നിദ്രയിൽ മലരിടും പൊൻകനവുകൾ നിറയെ വർണ്ണങ്ങളായി വന്നു വിരിയാ നീലാംബരേ മിന്നും താരങ്ങളെ ഇവളുടെ പ്രിയ തോഴിമാരായി വരുമോ നീർമിഴിയിൽ പനിനീർ കവിളിൽ എന്നാലും മോതിരം ഞാൻ കൊണ്ട് കളഞ്ഞല്ലോ. ഇനി ഒരു ലോകത്തേക്കും പ്രവേശിക്കാൻ സാധിക്കില്ല. ഈ കാര്യത്തെക്കുറിച്ച് എങ്ങാനും നമ്മുടെ പിതാവ് അറിഞ്ഞാൽ എന്റെ കഥ അദ്ദേഹം അവസാനിപ്പിക്കും. ഇതെങ്ങാനും യമധർമ്മ രാജാവ് അറിഞ്ഞാൽ നമ്മുടെ ശിരസ് തന്നെ ഖണ്ഡിക്കും. പരമേശ്വര, ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് നമ്മെ എങ്ങനെയെങ്കിലും രക്ഷിക്കും. റിലാക്സ് ചെയ്യായിരുന്നു ഗുപ്ത. നടക്കട്ടെ നടക്കട്ടെ, ഭാഗ്യമെല്ലാം നിങ്ങൾക്കാ. എന്റെ ഭാഗ്യത്തെ കുറിച്ച് സംസാരിക്കുന്നതൊക്കെ വിട്ടിട്ട് ആദ്യം മകൾ എന്ത് കാര്യത്തിനാ വന്നതെന്ന് പറ. അതെന്താന്നറിയോ ഗുപ്ത, പെട്ടെന്ന് ഒരു ദിവസം ആത്മാവായി എനിക്ക് ഈ ഷോക്കൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. ഇന്നത്തെ ഈ അവസാന ദിവസത്തില് ചെറിയ പ്രായം തൊട്ടേ എന്റെ കൂടെ നടന്ന കൂട്ടുകാരി എന്നോട് വിശ്വാസവഞ്ചന കാണിച്ചത് അറിഞ്ഞു. എന്നെ കണ്ട് എന്നോട് സംസാരിച്ച ആ പെൺകുട്ടിയാണെങ്കിൽ എന്റെ ഭർത്താവിനോട് ഒരുപാട് വഴക്കുണ്ടാക്കിയതും ഞാൻ അറിഞ്ഞു. എന്നിട്ടോ ഇന്ന് ആ പെൺകുട്ടി വീട് വിട്ട് പോവാ. ഞാൻ ആർക്ക് എന്ത് ദ്രോഹം ചെയ്തിട്ടുള്ള ഇതിന് മാത്രം എന്നെ ശിക്ഷിക്കാൻ? ഇപ്പൊ ആ പെൺകുട്ടി വീട് വിട്ട് പോയാ മഹേശ്വരി എന്റെ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുള്ള പേടിയോ? ഇതെല്ലാം കണ്ടിട്ട് സഹിച്ചോണ്ട് നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല ഗുപ്ത. മകളെ, നീ പറഞ്ഞതൊക്കെ ശരിയായ കാര്യങ്ങൾ തന്നെയാ. പക്ഷെ ഒരു കാര്യം മറന്നു. എന്താ മിസ്റ്റർ ഗുപ്ത? എന്റെ മോതിരം കളഞ്ഞു പോയ കാര്യം. നിങ്ങൾ എവിടെയോ കൊണ്ട് കളഞ്ഞിട്ട് ഇപ്പൊ എന്നോട് ഇങ്ങനെ ചോദിച്ചാ ഞാനെന്താ പറയാ? ഞാനോ? ഞാനെവിടെ കൊണ്ട് കളയാനാണ്? ഞാനെന്താ കൊച്ചു കുട്ടിയോ മറ്റോ ആണോ മോതിരം വെച്ച് ഗോലി കളിച്ച് നടക്കാനായിട്ട്? എന്റെ മോതിരം ആരാ എടുത്തതെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ അത് എവിടെ കൊണ്ട് വെച്ചു എന്നാ എനിക്ക് അറിയാത്തത്. മിസ്റ്റർ ഗുപ്ത, നിങ്ങളുടെ കയ്യിൽ നിന്ന് ആ മോതിരം എടുത്തത് ഞാനാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എന്ത് അഭിനയോ എന്റെ മോളെ. നിന്റെ ഈ അഭിനയത്തിന് ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് പോലും തരാൻ പറ്റില്ല. എന്തോ നിങ്ങളിപ്പോ മനസ്സിൽ ആലോചിച്ചു. എന്താ മകളെ, മനസ്സിലൊന്ന് ആലോചിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നമുക്കില്ലേ? സത്യം പറ, ഞാനാ എടുത്തെന്ന് നിങ്ങൾ വിചാരിക്കുന്നില്ലേ? ഞാൻ എന്തിനാ അങ്ങനെയൊക്കെ വിചാരിക്കുന്നത് മകളെ? നിന്നെ എനിക്ക് അങ്ങനെ സംശയമില്ല. ആരോ എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കായിരുന്നു. അല്ല, നീ എന്തിനാ എടുക്കുന്നത് മകളെ? എന്റെ ലോകത്തേക്ക് എപ്പോ പോകുന്നു നീ ചോദിച്ചോണ്ടിരിക്കല്ലായിരുന്നോ? അങ്ങനെയുള്ളപ്പോ നിന്നെ ഞാൻ എങ്ങനെ സംശയിക്കും മകളെ? പക്ഷെ ഒരു വിഷമം എനിക്കുണ്ട് മകളെ. എന്റെ മോതിരം എനിക്ക് നഷ്ടപ്പെട്ടു പോയതാ. പോയി കണ്ടുപിടിക്ക് നിങ്ങളുടെ മോതിരം. അപ്പൊ അത്രേ ഉള്ളോ? നമ്മെ നീ സഹായിക്കില്ലേ മകളെ? ഞാൻ എങ്ങനെയാ നിങ്ങളെ സഹായിക്കുക ഗുപ്ത? എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പെൺകുട്ടി ഇവിടുന്ന് പോകുന്നത് തടയണം. എങ്ങനെ തടയണമെന്ന് അറിയില്ല. ദൈവമേ, ഒരു സഹായം ചെയ്. ആ പെണ്ണ് ഇവിടുന്ന് പോകാതിരിക്കാൻ ഒരു ഐഡിയ പറഞ്ഞതാ. ഒരേ ഒരു ഐഡിയ, പ്ലീസ് പ്ലീസ്. ഒരു ഐഡിയ. മിസ്റ്റർ ഗുപ്ത, ഐഡിയ കിട്ടി. മകളെ, ഈ മകൾക്ക് ആകാശം നോക്കിയപ്പോൾ എന്ത് ഐഡിയ കിട്ടിയത്? ഉടനെ എഴുന്നേറ്റ് പോയല്ലോ. പ്രഭോ, എനിക്കും എന്റെ മോതിരം കിട്ടുന്നതിനായി എന്തെങ്കിലും ഒരു സഹായം ചെയ്തു തരൂ. ഇതിനിടയിൽ ഈ വരുണദേവൻ എന്തിനാണാവോ വരുന്നത്? മിസ്സമ്മ,
ഇതെന്താ ഈ പെൺകുട്ടി പോകുന്നത് എനിക്കറിയാലോ. വീണ്ടും യാത്ര പറയുന്നു. കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇനി ഇവള് സത്യങ്ങളെല്ലാം തിരിച്ചറിയും. ഞാനൊരു ആത്മാവാണെന്ന് അവൾ അറിയും. ഓ, വീട്ടിലെല്ലാവരോടും യാത്ര പറഞ്ഞതാണല്ലോ. ഇപ്പൊ എന്നോട് യാത്ര പറയാൻ നോക്കിയാവും. പാപം പെണ്ണ് എന്നോടുള്ള സ്നേഹം കൊണ്ട് വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. നിരുത്സാഹപ്പെടുത്തണ്ട. ഞാനിന്ന് പോയിട്ട് വരാം. എന്തിനാ ഇപ്പൊ തിരിച്ചു പോകുന്നേ? വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷെ സാറിന് മാത്രം എന്നെ ഇഷ്ടമല്ല. ഭയങ്കര ദേഷ്യം. അയ്യോ, ഈ പെണ്ണിന് മറവി കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു. വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തായാലും ദൈവം എല്ലാം എഴുതി വെക്കുമെന്നാ പറയാറ്. പക്ഷെ എനിക്ക് ഈ ജോലി എഴുതി വെച്ചിട്ടില്ലാന്ന് തോന്നുന്നു. അയ്യോ, എന്റെ വിധി എങ്ങനെയായി പോയിന്ന് കരുതി നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നേ? വിഷമിക്കല്ലേ. ഈ പെണ്ണിന്റെ പിറകെ നിൽക്കുന്ന എനിക്ക് ഫീൽ ചെയ്യുന്നു. ഇവളെങ്ങനെ മനസ്സിലാക്കി? ഓ, ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിലും, നമ്മൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ലെങ്കിലും, നിങ്ങൾ എനിക്ക് വേണ്ടി ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിന് താങ്ക് യു. ഇതിലും കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. കുട്ടികളെ കുറിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. നേരം കിട്ടുമ്പോ കുട്ടികളെ ഒന്നൊന്ന് നോക്കണേ. അവര് പോകാൻ പറഞ്ഞിട്ടും നീ ഇപ്പോഴും അവരോട് സ്നേഹം കാണിക്കുന്നു. നിനക്ക് നീ നല്ലതേ വരൂ. അങ്ങനെ സംഭവിക്കൂ. ഇവളിവിടുന്ന് പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഇവളോട് സംസാരിച്ചേ പറ്റൂ. പക്ഷേ ഈ രാഘവേട്ടൻ ഇവിടെ നിൽക്കുമ്പോ എങ്ങനെ സംസാരിക്കും? ദൈവമേ, എന്തെങ്കിലും ഒന്ന് ചെയ്ത് രാഘവേട്ടനെ ഇവിടുന്ന് പറഞ്ഞയക്കണം. ആരാ നിങ്ങള്? എന്തിനാ ഗേറ്റിനകത്തേക്ക് കയറി വന്നത്? രാഘവ് സർ എന്തീ പറയുന്നേ? ഇവരാരാന്ന് നിങ്ങൾക്ക് അറിയില്ലേ? രാജാപ്പാട്ട് കെട്ടിടക്കുന്ന ഇവരൊക്കെ ഞാൻ എങ്ങനെ തിരിച്ചറിയാനാ? അയ്യോ, ഗുപ്തനെ രാഘവേട്ടനെ കാണാൻ കഴിയുന്നുണ്ടോ? അതെങ്ങനെ സാധിക്കും? ഗേറ്റ് തുറക്കാതെ മതിലിയാടി വന്നതാണല്ലേ നീ? ഇവനെ ഞാൻ പുറത്താക്കിയിട്ട് വരാൻ മോളെ. അതെ, അവിടെ നിനക്ക് ആരെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? ചിത്രഗുപ്തന്റെ വേഷം ധരിച്ച് ഒരാളവിടെ ഇരിക്കുന്നുണ്ടല്ലോ. എന്താ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ആ, എനിക്കും കാണാൻ പറ്റുന്നുണ്ട്. നിനക്കും കാണാൻ പറ്റുന്നുണ്ടോന്ന് ചോദിച്ചതാ. നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ പിന്നെ എനിക്കും കാണാൻ പറ്റില്ലേ? അതെന്തെന്നാ, എനിക്കും കാണാൻ പറ്റുന്നവരൊക്കെ നിനക്കും കാണാൻ പറ്റുന്ന നിയമമൊന്നുമില്ലല്ലോ. അതുപോലെ നിനക്ക് കാണാൻ പറ്റുന്നവരെ എനിക്കും കാണാൻ പറ്റുന്നുള്ള നിയമവും ഇല്ലല്ലോ. ആരാരെ കാണുന്നോ അവരോട് സംസാരിക്കുന്നു. ഗുപ്തന്റെ കയ്യിൽ മോതിരം ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തെ എല്ലാവർക്കും കാണാൻ പറ്റുന്നു തോന്നുന്നു. അയ്യോ, ഇതെങ്ങനെയാ ഞാൻ ഗുപ്തനോട് പറയാ? പാവം, രാഘവ
രാഘവേട്ടൻ എന്ത് പറയൂ എന്തോ. സോറി ഗുപ്ത. അതല്ല ചേച്ചി, ആരെ കാണാൻ പറ്റില്ലെന്നാ പറഞ്ഞത്? കാണുന്നവരെ പറ്റി എന്തിനാ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നേ? കാണുന്നവരോട് അറിയാവുന്നവരെ കുറിച്ച് സംസാരിക്കാം. എന്ത് പറയുന്നു? കറക്റ്റാ. എടോ, തന്നോടാ ഞാൻ പറയുന്നത്. തനിക്കിത് ചെവി കേട്ടൂടെ? ആകാശത്തേക്ക് താനെന്താ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഏയ്, തന്നോടാ ഞാൻ ചോദിച്ചത്. സംസാരിക്കാതെ മാനത്ത് നോക്കിയിരിക്കുന്നത് എന്തിനാ? അങ്ങോട്ട് നോക്കിയിരുന്നാലേ ആലോചിക്കാൻ തോന്നും. ഇതൊക്കെ തന്നോട് ആരാ പറഞ്ഞു തന്നത്? ആരും പറഞ്ഞില്ല, നാമാണ് കണ്ടുപിടിച്ചത്. താനൊരു വലിയ സയന്റിസ്റ്റ് കണ്ടുപിടുത്തം നടത്താനായിട്ട്. ഞാൻ അങ്ങോട്ട് നോക്കിയിരിക്കുന്നതിൽ തനിക്ക് എന്താടോ പ്രശ്നം? അയ്യോ, എന്താ ഇയാള്? എന്റെ മുരുക, എന്റെ കാത് പൊട്ടിപ്പോയിന്നാ തോന്നുന്നത്. അമ്മ, തടിയനായ രാഘവൻ താനിതെപ്പോഴാണോ മരിച്ചത്? മരിച്ചു പോയെന്നോ? ആ, കല്ല് പോലിരിക്കുന്നത് എന്നെ കണ്ടിട്ട് മരിച്ചു പോയെന്ന് പറയുന്നോ? ഇപ്പൊ തന്നെ ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം. എന്തിനാ ഈ കാല് കൊണ്ടിങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുന്നു? ആ, നിർത്തിക്കോ. ദേഷ്യപ്പെടണ്ട. നിർത്തി, ഇനി പറ. താൻ മരിച്ചിട്ടില്ലല്ലോ അല്ലേ? ഓ, നീ വീണ്ടും അത് തന്നെ പറഞ്ഞോണ്ടിരിക്കുകയാണല്ലോ. നിന്നെ ഇങ്ങനെ വിട്ടാ ഞാൻ പൊട്ടനായി പോകും. ആ, മരിച്ചിട്ടില്ല. ആ. അല്ല, അങ്ങനെയാണെങ്കി നിങ്ങൾക്ക് എങ്ങനെയാ എന്നെ കാണാൻ കഴിയുന്നത്? ഓ, നീ വലിയ ഈശ്വരൻ തന്നെ. മരിച്ചതിന് ശേഷം കാണാനായിട്ട് നാടക വേഷത്തിൽ ഇവിടെ വന്നിരിക്കുന്നു. വേഷമോ? അതിനിത് നാടക വേഷമൊന്നുമല്ല. ഏയ്, ചിത്രഗുപ്തന്റെ വേഷം കെട്ടി ഇവിടെ വന്നിട്ട് ഞാൻ വിശ്വസിക്കണമെന്ന് പറയണോ? ഞാൻ മണ്ടനാണെന്ന് കരുതിയോ നീ? അതിനെ കുറിച്ച് എനിക്കറിയില്ല. നാം യമലോകത്തേക്കുള്ള വഴികാട്ടിയാണ് വിചിത്രഗുപ്തൻ. ആഹാ, അങ്ങനെയാണോ പറയുന്നത്? എങ്കിൽ ഞാൻ യമൻ, യമധർമ്മരാജ. പ്രഭോ, അങ്ങായിരുന്നോ? തടിയനായ രാഘവന്റെ വേഷത്തിൽ വന്നതുകൊണ്ട് അങ്ങയെ നമുക്ക് മനസ്സിലായില്ല പ്രഭു. യമധർമ്മരാജന് വന്ദനം. ഈ ലോകത്തിൽ ഇത്രയും ആൾക്കാരുള്ളപ്പോ എന്തിനാ പ്രഭു ഈ തടിയൻ രാഘവന്റെ വേഷത്തിൽ വന്നത്? എന്താടോ, നിനക്കെന്താടാ ഇത്ര പരിഹാസം? എന്നെ കൊമേഡിയനായിട്ട് തോന്നിയാണോ? നീ കോമഡി കാണിക്കാണോ? നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടടാ. അങ്ങ് എന്താ തേടുന്നത് പ്രഭു? അതാ. അയ്യോ പ്രഭു, എന്ത് പറ്റി പ്രഭു? അയ്യോ, എന്ത് പറ്റിയെന്ന് പറയൂ പ്രഭു. പ്രഭു, എന്താ കാര്യം? എന്താണെന്ന് പറയൂ പ്രഭു. അയ്യോ, പ്രഭു ആണെന്ന് ഞാനങ്ങ് തെറ്റിദ്ധരിച്ചു പോയല്ലോ. രാജപ്പാ, തടിയൻ രാജപ്പാ. രാജപ്പനാ? എന്റെ പേര് നിനക്ക് എങ്ങനെ അറിയും? നിന്റെ പേര് മാത്രമല്ല, നിന്റെ ജീവിതം മുഴുവൻ നമുക്കറിയാം. ബട്ട് പറഞ്ഞോണ്ടിരിക്കാതെ പുറത്തേക്ക് ഇറങ്ങണ. തന്നോട് എത്ര തവണ പറയണം നാം പുറത്തേക്ക് പോകില്ല എന്ന്? നീ വീണ്ടും ചിത്രഗുപ്തനെ പോലെ സംസാരിച്ചോണ്ടിരിക്കാണോ? കൃഷ്ണനഗർ വരെ പോയാലേ ഇതിനേക്കാൾ നല്ല കോസ്റ്റ്യൂം എനിക്ക് കിട്ടും. അതറിയോ നിനക്ക്? കൃഷ്ണനഗർ എന്ന് പറയുമ്പോ ഓ ദ്വാരകയാണെന്ന് കരുതിയോ? അല്ലല്ല, യമപുരി. നിന്റെ നാട് യമപുരി, എന്റെ നാട് ധർമ്മപുരി. ഓരോരുത്തരുടെ തലയിലെടുത്ത് എഴുതുന്നത് ശിവപുരി. എനിക്ക് നിർത്താതെ സംസാരിക്കാൻ അറിയാം. നീ ഇങ്ങോട്ട് വാ, ഇറങ്ങ്. അതല്ല രാഘവ, എന്നെ വിടൂ. മകളെ, മകളെ. ആ മിസ്സമ്മ വന്നാ നിന്നെ വിടുവെന്ന് നീ കരുതിയാണോ? ആര് പറഞ്ഞാലും നിന്നെ ഞാൻ വിടൂല. നമുക്ക് അതല്ല. അയ്യോ, ഇത് അന്യായമാണ്. നമ്മ ഇതിവിടെ കൊണ്ടുപോകുന്നു. നാം പറയുന്നത് കേൾക്കൂ. മകളെ, നമ്മെ രക്ഷിക്കൂ. ശരി ചേച്ചി, ഞാനിന്ന് ഇറങ്ങുവാണേ. എവിടേക്ക് പോവാ? എന്തിനാ പോകുന്നേ? എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇവിടുന്ന് പോകുന്നേ? ഇല്ലേ ചേച്ചി, അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരാളോട് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്
വലിയ തെറ്റ് തന്നെയാ. കണ്ടപ്പോഴൊക്കെ ഞാൻ വഴക്കിടുക ചെയ്തേ. അത് തെറ്റ് തന്നെയാ. അതിപ്പോ ഒരു മനുഷ്യനല്ലേ, എന്തെങ്കിലുമൊക്കെ തെറ്റ് സംഭവിച്ചെന്ന് വരും. എന്ന് വെച്ചിട്ട് ജോലി വേണ്ടെന്ന് പറഞ്ഞ് തിരിച്ചു പോവാണോ? അപ്പൊ ഞാൻ ഇവിടുന്ന് പോണ്ടെന്നാണോ പറയുന്നേ? ആഹാ ഇല്ല. നിന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ? അങ്ങനെ ചോദിച്ചാ ആ കാര്യത്തിൽ ഉറപ്പില്ല. ആ ശരി, അമ്മായിക്കും അമ്മാവനും ഇഷ്ടപ്പെട്ടോ? എന്താ പറഞ്ഞേ? അത് വീട്ടിലെ മുതിർന്നവർക്കൊക്കെ ഇഷ്ടപ്പെട്ടോന്നാ ചോദിച്ചേ. ആ ആ, ആ. രാഘവേട്ടനും ഇഷ്ടപ്പെട്ടു. അപ്പൊ പിന്നെ നിന്നോട് പോവാൻ പറയാൻ അദ്ദേഹം ആരാ? അങ്ങനെയാണോ പറയുന്നേ? ആ അതെന്നെ പറയുന്നേ. കുട്ടികൾക്ക് എന്താ വേണ്ടതെന്നൊക്കെ ഞാനല്ലേ പറഞ്ഞ് ഹെൽപ്പ് ചെയ്തേ. അപ്പൊ പിന്നെ ഞാൻ പറയുന്നത് പോലെ അനുസരിക്കും. നീ ഈ വീട്ടിൽ തന്നെ തുടർന്ന് ജോലി ചെയ്യണം. എവിടേക്കും പോകേണ്ട ആവശ്യമില്ല. ശരി, ഇപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ അത് പറഞ്ഞതാ. ആ അങ്ങനെ പെരുമാറണം, മനസ്സിലായോ? ഐഡിയ നന്നായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ മുമ്പിൽ പോയി ഇത് പറയാൻ പറ്റുമോ? നിന്റെ കഴിവ് നിനക്ക് തന്നെ അറിയില്ലെന്ന് തോന്നുന്നു. അദ്ദേഹത്തോട് സംസാരിക്കുകയല്ല, വഴക്ക് വരെ ഉണ്ടാക്കിയില്ലേ, അത് നീ മറന്നുപോയോ? അതങ്ങനെ മറക്കാൻ പറ്റുമോ? അങ്ങനെ സംസാരിച്ചോണ്ടല്ലേ ഇന്ന് ഈ ഗതി വന്നത്. ഇനിയും എന്തിനാ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന? നിന്റെ അച്ഛന്റെ ആരോഗ്യത്തിന് വേണ്ടിയെങ്കിലും നീ ഇവിടെ നിന്നേ പറ്റൂ. ഞാൻ പറഞ്ഞതുപോലെ ചെയ്, നിന്റെ ജോലി തിരിച്ചു കിട്ടും. ശരി ചേച്ചി, ചേച്ചി പറഞ്ഞതുപോലെ ഞാൻ ചെയ്യും. അയ്യോ, ആ ജോലി കഴിഞ്ഞു. അയ്യോ പാവം ഗുപ്ത. ലീലേ, അവളിതേ വീണ്ടും മടങ്ങി വരുന്നു. വീട്ടിലേക്ക് വരുന്ന പോലെ തോന്നുന്നില്ല. മാഡത്തിനോട് വല്ല പ്രശ്നം ഉണ്ടാക്കാനാണോ? അതായത് ആ പെണ്ണിന്റെ വരവ് കണ്ടിട്ട് എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. അത് ശരിയാ. അവൾ ഇവിടെ ഇറങ്ങി പോകുമ്പോഴുള്ള ബോഡി ലാംഗ്വേജിനും ഇപ്പോഴുള്ള ബോഡി ലാംഗ്വേജിനും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. വാ. എന്തു പറ്റി? എന്താ തിരിച്ചു വന്നേ? എന്തേലും മറന്നു വെച്ചോ? ലീലേ, ഈ പെണ്ണ് ഇവിടെ എന്തോ മറന്നു വെച്ചോന്ന് തോന്നുന്നു. അത് നീ ഒന്ന് എടുത്തു കൊടുത്തേ. നീ എന്താ മറന്നു വെച്ചെന്ന് പറ. ലീല നിനക്കത് എടുത്തോണ്ട് തരും. വെറുതെ വീണ്ടും എന്തിനാ നീ ബുദ്ധിമുട്ടുന്നേ? ഹേയ്, ഇങ്ങോട്ട് നോക്ക്. നിന്നോടാ ഞാൻ സംസാരിക്കുന്നേ. പറ, നീ എന്താ മറന്നു വെച്ചത്? ഒന്നും മറന്നുപോയിട്ടില്ല. ഒരു കാര്യം അറിയാനാ വന്നത്. നിനക്കിനി എന്താ അറിയാനുള്ളത്? അയ്യോ, ഇവള് രണ്ടും കൽപ്പിച്ചാണല്ലോ വന്നിരിക്കുന്നത്. മാഡത്തിന്റെ കഷ്ടകാലം തുടങ്ങിയെന്നാ എനിക്ക് തോന്നുന്നത്. മാഡം ഇവിടെ എല്ലാരും വരച്ച വരയിൽ നിർത്താനാ നോക്കുന്നേ. ഇനി ഇവള് മാഡത്തിന് അങ്ങനെ നിർത്തുമെന്നാ എന്റെ സംശയം. മേജർ സർ, മേജർ സർ, മേജർ സർ. അത് മിസ്സമ്മയുടെ വോയിസ് അല്ലേ? വിഷമിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് സ്ട്രോങ് ആയിട്ട് തിരിച്ചു വന്നേക്കുന്നു. ഇനി എന്തായിരിക്കും നടക്കാൻ പോകുന്നത്? മിസ് ചെയ്യണ്ട. വാ 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 വാ. മേജർ സർ, മേജർ സർ, പുറത്തേക്ക് ഇറങ്ങി വരണം സർ. എന്തിനാ മോളെ സിംഹത്തിന്റെ മുന്നിൽ പോയി വിളിക്കുന്ന പോലെ സാറിനെ വിളിക്കുന്നേ? നീ ഇന്നും ഇങ്ങോട്ട് വന്നേ. എന്റെ കൈ വിടി രാഘവ് സർ, നിങ്ങൾക്കൊന്നും അറിയില്ല. മേജർ സർ,
മേജർ സർ താഴേക്ക് വരാൻ.